ശ്രീനാരായണീയരെ ഗുരുദേവൻ്റെ യൗവനകാലത്തെ, അതായത് അദ്ദേഹം നാണുവായിരുന്ന കാലത്തെ ഒരനുഭവം നമുക്ക് നോക്കിയാലോ. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഈ ദേശാടനവും ദേശസഞ്ചാരവും പുരാണ പാരായണ വായനയും ഒക്കെ വീട്ടുകാരിൽ കുറേ ആശങ്കകളൊക്കെ ജനിപ്പിച്ചുവെങ്കിലും അമ്മാവനായ കൃഷ്ണൻ വൈദ്യർ ഒന്ന് മനസ്സിലാക്കി. മറ്റുള്ളവരെ പോലെയല്ല തൻ്റെ അനന്തരവൻ. അവനിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, അത് കണ്ടെത്തണം. അങ്ങനെ ഇവർ നാണുവിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ അയാളുടെ കയ്യിലൊരു കത്തുണ്ടായിരുന്നു. ആ കത്ത് കൃഷ്ണൻ വൈദ്യർക്കുള്ളതാണ്. ആകാംക്ഷയോടെ വൈദ്യർ ആ കത്ത് പൊട്ടിച്ചു. അത് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിത്രം പരവൂർ കേശവനാശാൻ അയച്ചിരിക്കുന്ന ഒരു കത്താണ്. അതിലെ ഉള്ളടക്കത്തിലേക്ക് കടന്നു. പക്ഷേങ്കിൽ അത് 2 or 3 ആവർത്തി വായിച്ചിട്ട് യാതൊന്നും പിടികിട്ടിയില്ല. കാരണം എന്താണ്? അത് സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് നാണു വന്നിട്ട് വായിക്കാം. തൽക്കാലം മാറ്റിവെച്ചു. ദേശസഞ്ചാരമെല്ലാം കഴിഞ്ഞ് സന്ധ്യയോടുകൂടി നാണു വന്നെത്തി. തൻ്റെ കീശയിൽ നിന്ന് കത്തെടുത്ത് കൊടുത്തു. ഈ കത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം അത് വായിച്ചു. ഒറ്റ വായനയിൽ തന്നെ യാതൊരു സംശയവും കൂടാതെ കത്തിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പാടെ അമ്മാവന് പറഞ്ഞു കൊടുത്തു. നാണുവിൻ്റെ സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യവും പരിജ്ഞാനവും അവർക്ക് വെളിപ്പെട്ടതോടുകൂടി ഇനിയും നാണുവിനെ ഉപരിപഠനത്തിന് അയക്കണം. അതിനുവേണ്ടി അവർ തയ്യാറായി.